പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വഴി നടത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നിറഞ്ഞ് ഞങ്ങളെ ശക്തരാക്കി മാറ്റണമേ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ ദൈവത്തിന്റെ വചനം കേൾക്കാം. തുടർന്ന് നമുക്ക് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവവചനമാണ് അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ഷാരോമിന്റെ എല്ലാ പ്രേക്ഷകരെയും വലിയ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മനുഷ്യന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടും വ്യത്യസ്തമായ ലക്ഷ്യബോധവുമാണത്. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ അധ്യാപകർ കുട്ടികൾക്ക് കൊണ്ട് പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടാവണം, കഠിന പരിശ്രമം ചെയ്യണം, അധ്വാനിക്കണം എന്നൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. വളരെ ചെറുപ്പത്തിൽ തന്നെ ലക്ഷ്യബോധം അത് ആവശ്യമാണ്. ഒരു ഉറച്ച തീരുമാനമെടുക്കുകയാണ് ചിലർ. ഉന്നതമായ ജോലി സമ്പാദിക്കണം, ഡോക്ടർ ആവണം, അല്ലെങ്കിൽ നേഴ്സ് ആവണം, IPS ആവണം, IAS ആവണം. അതിന് വലിയ ഒരു ലക്ഷ്യം ഹൃദയത്തിൽ കണ്ടുകൊണ്ട് കഠിനമായ അധ്വാനത്തിന്റെ വഴികളിലൂടെ അനേകം യുവതീവാക്കന്മാര് കടന്നു പോകുന്നുണ്ട്. ചിലരൊക്കെ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് ജീവിതം തകർത്തവരുണ്ട്, ആത്മഹത്യയിൽ അവസാനിച്ചവരുണ്ട്. ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന വലിയ ഒരു തലമുറയെ ഇന്ന് ലോകത്തിലാകമാനം നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളില്ല. നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാവണം. യുവതിവാക്കന്മാര് ഓരോ വ്യക്തികളും ലക്ഷ്യമില്ലാതെ ലോകത്തിന്റെ മനുഷ്യരായിട്ട് ലഹരിക്ക് അടിമപ്പെട്ടവരായിട്ട് പാപസുഖങ്ങൾ ജീവിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എത്രയോ യുവാക്കന്മാരാണ് ലഹരിക്കൊക്കെ അടിമപ്പെട്ട് വാഹനങ്ങളൊക്കെ ഓടിച്ച് മരണത്തിലേക്ക് കടന്നുപോയവരും തളർന്നു കിടക്കുന്നവരും. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തില് ലക്ഷ്യബോധം എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണം? ഈ ലോകത്തില് ഉന്നതമായ സ്ഥാനം വേണം, ഉയരങ്ങളിലെത്തണം. അതും തെറ്റല്ല. നമ്മൾ ഏത് സ്ഥാനത്തെത്തിയാലും യേശുവിന് മഹത്വം കൊടുക്കുന്നവരായിട്ട് മാറണം. ഇന്ന് പല സെലിബ്രിറ്റികളും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മടിയുള്ളവരാണ്. ചിലർക്ക് ശക്തമായിട്ട് ദൈവത്തിന് സാക്ഷ്യം കൊടുക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിത്യജീവനാണ്. ഫിലിപ്പിയർ 3-ാം അധ്യായത്തിൽ 12 മുതൽ 21 വരെ വചനങ്ങളിൽ നമ്മൾ ഇത് കാണുന്നുണ്ട്. എനിക്ക് ഇത് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഞാൻ പരിപൂർണനായിട്ടില്ല. പരിപൂർണനായിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. പരിപൂർണതയിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ എല്ലാവരും. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ, പരിപൂർണതയിലേക്ക് വളരുവാൻ, മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാൻ ഞാൻ തീവ്രമായിട്ട് പരിശ്രമിക്കുകയാണ്. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ സന്തോഷ വാർത്ത. യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നു, നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു. അവൻ കുരിശില് തന്റെ ജീവനെ നമുക്ക് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെ യേശു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. യേശു എല്ലാവരെയും സ്വന്തമാക്കി തന്റെ ജീവൻ കൊടുത്തുകൊണ്ട്, തന്റെ രക്തം കൊടുത്തുകൊണ്ട് എല്ലാവരെയും, എല്ലാ ഗോത്രങ്ങളിലും, എല്ലാ ഭാഷകളിലും, എല്ലാ ജനതകളിലും, എല്ലാ രാജ്യങ്ങളിലും വരെ അവർ ദൈവത്തിന് വേണ്ടി തന്റെ രക്തം കൊടുത്തുകൊണ്ട് വിലയ്ക്ക് വാങ്ങി. വെളിപാട് 5:9. യേശു എല്ലാവരെയും തന്റെ രക്തം കൊടുത്തുകൊണ്ട് വിലയ്ക്ക് വാങ്ങി കഴിഞ്ഞു. യേശു എന്നെ സ്വന്തമാക്കി. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച, കാറ്റഗിസം ഒക്കെ പഠിച്ച് മിക്കവാറും പള്ളിയിലൊക്കെ പോകുന്ന നീ ക്രിസ്തുവിനെ സ്വന്തമാക്കിയോ? ദൈവത്തിന്റെ വചനത്തില് ആഴപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നുണ്ടോ? യഥാർത്ഥമായ ലക്ഷ്യം ക്രിസ്തുവാണെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടോ? യേശുവിനെ സ്വന്തമാക്കി. പക്ഷേ യേശുവിനെ ഞാൻ സ്വന്തമാക്കിയോ? സഹോദരേ, ഞാൻ തന്നെ ഇനിയും സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. യേശു
യേശുവിനെ സ്വന്തമാക്കാം. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കണം. യേശുവിനെ എനിക്ക് സ്വന്തമാക്കണം. യേശുവിനെ സ്വന്തമാക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ പലതും ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. യേശുവിനെ സ്വന്തമാക്കണമെങ്കിൽ പലതും നഷ്ടപ്പെടുത്താതെ സാധ്യമല്ല. ഈ ലോകത്തിന്റെ സുഖങ്ങളും മോഹങ്ങളും നേട്ടങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സ്വന്തമാക്കാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ്. ക്രിസ്തുവിനെ സ്വന്തമാക്കണമെങ്കിൽ പലതും പരിത്യജിച്ചേ മതിയാവത്തുള്ളൂ. പലതും അവനെ പ്രതി വേണ്ടെന്ന് വെച്ചേ മതിയാവത്തുള്ളൂ. തെറ്റായ ബന്ധങ്ങൾ ഉപേക്ഷിച്ചേ മതിയാവത്തുള്ളൂ. ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റുന്ന പാപ സാഹചര്യങ്ങളെ വ്യക്തികളെയും നീ വിട്ടുകളഞ്ഞ മതിയാവത്തുള്ളൂ. യേശുവിനെ സ്വന്തമാക്കണമെങ്കിൽ അത് തീവ്രമായ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ പലതും യേശുവിനെ സ്വന്തമാക്കി നമ്മളെ തടസ്സപ്പെടുത്താം. അതിനൊക്കെ നമ്മൾ മറികടക്കണം. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. എന്റെ പിന്നിലുള്ളവ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. എന്റെ പിന്നിലുള്ളവയൊക്കെ ഞാൻ വിസ്മരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളൊക്കെ നമുക്ക് മറക്കാം. കർത്താവ് മറക്കുന്നവനാണ്. നിന്റെ പാപങ്ങൾ ഞാൻ ഓർമ്മിക്കുകയില്ല. മൂടൽമഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ മായ്ച്ചു കളയും. നിന്റെ പാപങ്ങൾ രക്തവർണ്ണമാണെങ്കിലും അവ മഞ്ഞ് പോലെ ഞാൻ വെളുപ്പിക്കും. നിന്റെ പാപങ്ങൾക്കൊന്നും നിന്നെ ഒരിക്കലും ശിക്ഷിക്കത്തില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകൾ, അപരാധങ്ങള്, തിന്മകള് കർത്താവ് ക്ഷമിക്കും. കഴിഞ്ഞ കാലങ്ങളിലെ വീഴ്ചകളോർത്ത് കുറ്റബോധത്തിലും നിരാശയിലും ജീവിക്കേണ്ടവരല്ല നീ. മുൻപിലുള്ളവയെ ലക്ഷ്യമാക്കി മുന്നേറുക.